എല്ലാവർക്കും അശ്വർ സി.എം.എ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് സി.എം.എ ഇന്റർമീഡിയറ്റിലും സി.എം.എ ഫൈനലിലും സി.എം.എ ഇന്ററിന്റെ ഗ്രൂപ്പ് 2ലും സി.എം.എ ഫൈനലിന്റെ ഗ്രൂപ്പ് 4ലും നമുക്കൊരു റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ജി.എസ്.ടിയിൽ പഠിക്കാനുള്ളതാണ്. അതിൽ വരുന്നതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് (ITC). സോ അതിനെപ്പറ്റിയുള്ള ഒരു കുറച്ച് സമ്മറി നമുക്ക് ഈ ഒരു സെഷനിൽ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്? ആ പേരിൽ തന്നെയുണ്ട്. നമ്മൾ നമ്മൾ അടച്ചിരിക്കുന്ന ടാക്സ് നമ്മൾ സപ്ലയറെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സപ്ലയറിന് ടാക്സ് ഉൾപ്പെടെയുള്ള എമൗണ്ട് ആണ് കൊടുക്കുന്നത്. നമ്മൾ സപ്ലയറിന് കൊടുത്തിരിക്കുന്ന ആ ടാക്സിന്റെ എമൗണ്ടിന് നമുക്ക് ക്രെഡിറ്റ് എടുക്കുവാൻ സാധിക്കും. എപ്പോഴാണ് ക്രെഡിറ്റ് എടുക്കുവാൻ സാധിക്കുന്നത്? നമ്മളുടെ നമ്മളും സെയിൽ ചെയ്യുന്ന ആൾക്കാരാണ്, നമ്മളും ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സസ് കളക്ട് ചെയ്യുന്നുണ്ട്. ആ കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് നമ്മൾ വേണം ഇങ്ങോട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട്, ഗവൺമെന്റിലേക്ക് നമ്മളത് പേ ചെയ്യാനായിട്ട്. സോ നമ്മൾ ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് പറയും, നിങ്ങൾക്ക് ഓൾറെഡി സപ്ലയറുടെ കയ്യിൽ നിന്ന് നിങ്ങൾ സാധനം മേടിച്ച് നിങ്ങൾ സപ്ലയറിന് ഓൾറെഡി ടാക്സ് കൊടുത്തിട്ടുണ്ട്. സോ ആ കൊടുത്തിരിക്കുന്ന ടാക്സ് കുറച്ചിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് തന്നാൽ മതി. അതിനെയാണ് സമ്മറി ചെയ്തിട്ട് നമുക്കങ്ങനെ ആ സപ്ലയറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന, സപ്ലയർ മാത്രമല്ല വേറെ എന്ത് ടൈപ്പ് പർച്ചേസ് നമ്മുടെ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് നമ്മൾ ടാക്സ് അടച്ചിട്ടുണ്ടോ, അതിനെല്ലാം നമുക്ക് ക്രെഡിറ്റ് എടുക്കുവാൻ സാധിക്കും. അതിനെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. GST പഠിക്കുന്ന ഒരാൾക്ക് എന്തായാലും ഈ ഒരു ITC എന്നൊരു പോർഷനെ പറ്റി നല്ലൊരു അറിവുണ്ടാവണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഓരോ സപ്ലൈയും ITCക്ക് എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളതൊക്കെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട്. അതില് നമുക്കിനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ അതിന് സർട്ടൻ എലിജിബിലിറ്റി കണ്ടീഷൻസ് ഉണ്ട്. ഈ താഴെ പറയുന്ന ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആരൊക്കെയാണ് അവര്? ഒന്ന്, ദ പേഴ്സൺ ഈസ് എ രജിസ്റ്റേർഡ് പേഴ്സൺ. GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വ്യക്തിക്ക് മാത്രമാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ സെക്കൻഡ് വരുന്നത്, ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ആർ സപ്ലൈഡ് ടു ഹിം ആർ യൂസ്ഡ് ഓർ ഇന്റൻഡഡ് ടു ബി യൂസ്ഡ് ഇൻ ദി കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എപ്പോഴും ആളുകൾ ഡൗട്ട് ചോദിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. വാട്ട് ഈസ് ഫർദറൻസ് ഓഫ് ബിസിനസ്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, നമ്മൾ ഒരു ഐറ്റത്തിന്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്, ഇത് നമ്മളുടെ ബിസിനസ്സിൽ ഫർദർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ആ സാധനം മേടിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്റ്റോക്കിന്റെ ആവശ്യത്തിന് വേണ്ടി ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. ഓഫ് കോഴ്സ് നമുക്ക് ആ സ്റ്റോക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മളുടെ ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ ഈ സെയിൽ നടന്നാലാണ് നമ്മളുടെ ബിസിനസ് റൺ ചെയ്യുള്ളൂ. സോ സ്റ്റോക്ക് നമുക്ക് എന്താണ്, നമ്മളുടെ ഫർദറൻസ് ഓഫ് ബിസിനസ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഗുഡ്സ് നമുക്ക്, അപ്പം നമ്മൾ അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ആ ഗുഡ്സിന് നമുക്ക് എന്തെടുക്കാൻ സാധിക്കും? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുവാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മൾ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പം ഞാനൊരു CMA കാരിയാണ്, ഞാൻ സർവീസ് കൊടുക്കുന്നുണ്ട് എൻ്റെ ക്ലയൻസിന്. ഞാൻ ക്ലയൻസിന് സർവീസ് കൊടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി റിലേറ്റിംഗ് ടു അവരുടെ ബിസിനസ് എങ്ങനെ റൺ ചെയ്യണം, അവരുടെ GST, ഇൻകം ടാക്സ്, ഇതെല്ലാമാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഞാൻ അതിന് വേണ്ടി ഒരു എമൗണ്ട് ചാർജ് ചെയ്യുന്നുണ്ട്. എന്റെ ബിസിനസ് എന്താണ്? ഇങ്ങനെ അഡ്വൈസറി സർവീസസ് കൊടുക്കുക എന്നുള്ളതാണ്. സോ ഡെഫിനറ്റ്ലി അതും ഫർദറൻസ് ഓഫ് ബിസിനസിന്റെ പർപ്പസിലാണ്. എനിക്ക് എന്ത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത്, ഹി സാറ്റിസ്ഫൈസ് ദ പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻ. ഈ താഴെ പറയുന്ന കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്താണ് ആ പറയുന്ന കണ്ടീഷൻസ്? ഈ താഴെ പറയുന്ന കണ്ടീഷൻസിൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിലും അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ താഴെ പറയുന്ന ഡോക്യുമെന്റ്സും ഡീറ്റെയിൽസും ഒന്നും ഇല്ലെങ്കിൽ എന്ത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല? ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. ഇനി ഈ ഡോക്യുമെന്റ്സ് ഒന്നും കയ്യിലില്ലാത്തത് കൊണ്ട്, ഈ കയ്യിലില്ല പക്ഷെ ആള് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് എന്ത് ചെയ്യണം? ആ ക്ലെയിം ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിവേഴ്സ് ചെയ്യണം. ഓക്കെ, അപ്പം എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. He is in possession of tax invoice or debit note issued by a supplier registered under this act. അദ്ദേഹത്തിന്റെ കയ്യിൽ ടാക്സ് ഇൻവോയ്സ് ഉണ്ടായിരിക്കണം, ഡെബിറ്റ് നോട്ട് സപ്ലയർ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡെബിറ്റ് നോട്ടിന്റെ കോപ്പി ഉണ്ടായിരിക്കണം. അതിന്റെ ഒറിജിനൽസ് ആരുടെ പൊസിഷനിൽ ഉണ്ടായിരിക്കണം? ഈ പറയുന്ന നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. സപ്ലയർ തന്ന ഈ ഒരു ടാക്സ് ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ട് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു പർച്ചേസിന് അല്ലെങ്കിൽ ആ ഒരു സർവീസിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ് അദ്ദേഹത്തിന് റിസീവ് ചെയ്തിട്ടുണ്ടാവണം. നമ്മുടെ കയ്യിലേക്ക്
കിട്ടാത്ത നമ്മുടെ ഇതുവരെ ഇൻ ഹാൻഡിൽ നമ്മൾ റിസീവ് ചെയ്യാത്ത ഗുഡ്സിന് നമുക്ക് എന്ത് കിട്ടില്ല? ITC കിട്ടില്ല. അതുപോലെ ഗുഡ്സ് ഇൻസ്റ്റാൾമെന്റിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് നിങ്ങളുടെ കഴിഞ്ഞ ജൂൺ 2025 അറ്റംപ്റ്റിൽ ഈ ഒരു പോയിന്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേർ ദി ഗുഡ്സ് അഗെയിൻസ്റ്റ് ആൻ ഇൻവോയ്സ് ആർ റിസീവ്ഡ് ഇൻ ലോട്ട് ഓർ ഇൻസ്റ്റാൾമെന്റ് ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ ബി എൻടൈറ്റിൽഡ് ടു ടേക്ക് ക്രെഡിറ്റ് അപ്പോൺ റിസീപ്റ്റ് ഓഫ് ദി ലാസ്റ്റ് ലോട്ട് ഓർ ഇൻസ്റ്റാൾമെന്റ്. അതായത് നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് നമ്മൾ ഗുഡ്സ് നമുക്ക് കിട്ടുന്നത്. ഒരു ഇൻവോയ്സ് ഒരു 10 ലക്ഷം രൂപയുടെ ഇൻവോയ്സിൽ നമുക്ക് ആദ്യം 2 ലക്ഷം രൂപയുടെ ഗുഡ്സ് വന്നു, പിന്നെ 4 ലക്ഷം രൂപയുടെ ഗുഡ്സ് വന്നു. അങ്ങനെ ലോട്ടുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് നമുക്ക് ഗുഡ്സ് കിട്ടുന്നതെങ്കിൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കിട്ടിയത് എന്നാണോ ആ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കിട്ടുമ്പോൾ മാത്രമാണ് ആ മന്തിലാണ് നമുക്ക് അതിന് എന്തെടുക്കുവാൻ സാധിക്കുള്ളൂ? ക്രെഡിറ്റ് എടുക്കുവാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ അഡ്വാൻസ് പേയ്മെന്റിനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ITC ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി അതുപോലെ നമുക്ക് നോർമലി ഇൻവോയ്സ് കിട്ടിക്കഴിഞ്ഞാൽ 180 ഡേയ്സിനുള്ളിൽ നമ്മൾ അതിന്റെ പേയ്മെന്റ് അടയ്ക്കണം. ടാക്സ് ഉൾപ്പെടെയുള്ള എമൗണ്ട് നമ്മൾ കൊടുത്താൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുള്ളൂ. ഇനി ആ പേയ്മെന്റ് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, പേയ്മെന്റ് കൊടുത്തിട്ടില്ല, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് 180 ഡേയ്സ് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കില്ല? ITC അവൈൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതൊരു ഇറലവന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. ഇനി നമ്മൾ അങ്ങനെ എന്തെങ്കിലും ITC അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 18% ഇൻട്രസ്റ്റും കൂടെ അതിന്റെ കൂടെ കൊടുക്കേണ്ടി വരും. ഓക്കെ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് മാക്സിമം ടൈം ലിമിറ്റ് ഫോർ ക്ലെയിമിങ് ITC. ഈ ITC ഇപ്പം ഞാൻ ഇന്ന് പർച്ചേസ് ചെയ്ത ഗുഡ്സിന് എനിക്ക് 2027 ഇൻപുട്ട് ടാക്സ് എടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ലേ? അതിന് നമുക്കൊരു ടൈം ലിമിറ്റ് ഉണ്ട്. ആ ടൈം ലിമിറ്റ് എന്താണെന്നുണ്ടെങ്കിൽ എ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ നോട്ട് ബി എൻടൈറ്റിൽഡ് ടു ടേക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് എനി ഇൻവോയ്സ് ഓഫ് ഡെബിറ്റ് നോട്ട് ഫോർ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് after the 30th November following the end of financial year to which such invoice or debit note pertains or actual date of furnishing the relevant annual return, that is GSTR 9 whichever is earlier. അതായത് എനിക്ക് മാക്സിമം ITC ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്തിട്ട് ഉള്ള ഇപ്പം 24-25 ആണെങ്കിൽ 25 നവംബർ 30 മുന്നെയോ അല്ലെങ്കിൽ GSTR 9 ഫയൽ ചെയ്യുന്ന ഡേറ്റിന് മുന്നെയോ ഇതിൽ ഏതാണോ മുന്നത്തെ ഡേറ്റ് വരുന്നത് വിച്ചെവർ ഈസ് ഏർലിയറിന് മുമ്പാണ് എനിക്ക് മാക്സിമം ആ ഒരു ഇൻവോയ്സിന് എന്ത് ചെയ്യാൻ പറ്റുക? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുക. However, the aforesaid time limit is not applicable in case of pre-availment of ITC which had been reversed due to non-payment to the supplier within 180 days from the date of issue of invoice. ഇനി നമ്മൾ 180 ഡേയ്സിനുള്ളിൽ പേയ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ITC റിവേഴ്സ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഈ ഒരു ടൈം ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും ആപ്ലിക്കബിൾ ആവില്ല. ഡോക്യുമെന്റ്സ് റിക്വയർഡ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഡെബിറ്റ് നോട്ട് അതുപോലെ ഇൻവോയ്സിന്റെ കോപ്പി എല്ലാം കയ്യിൽ വേണം എന്നുള്ളതാണ്. ഇനി വരുന്നത് റിവേഴ്സൽ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് കൺസിഡറേഷൻ. നമ്മൾ 180 ഡേയ്സിനുള്ളിൽ പേയ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. ആ 180 ഡേയ്സിനുള്ളിൽ പേയ്മെന്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത മാസം ഒരു GSTR 2 എന്ന് പറയുന്ന ഫോമിൽ കൊടുക്കാത്ത എമൗണ്ട് എത്രയാണോ അതിൽ നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിവേഴ്സ് ചെയ്യേണ്ടി വരും. സോ ദി എമൗണ്ട് ഓഫ് എഫോസൈഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഷാൽ ബി ആഡഡ് ടു ദി ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഓഫ് ദി രജിസ്റ്റേർഡ് പേഴ്സൺ ഫോർ ദ മന്ത് ഇൻ വിച്ച് ഡീറ്റെയിൽസ് ആർ ഫർണിഷ്ഡ്. അപ്പൊ 180 ഡേയ്സ് കഴിഞ്ഞു, നമ്മൾ പേയ്മെന്റ് കാര്യങ്ങളും സപ്ലയറിന് കൊടുത്തില്ല, അപ്പോൾ ആ ഇൻപുട്ട് ടാക്സ് എടുക്കാൻ നമ്മൾ എലിജിബിൾ അല്ല. സോ നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി പേ ചെയ്യുന്ന സമയത്ത് ഈ അതായത് റിവേഴ്സ് ചെയ്യുന്ന ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ എമൗണ്ടും കൂടെ നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയുടെ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ടോട്ടല് നമ്മൾ സെയിൽ നടത്തി നമുക്ക് GSTയിലേക്ക് അടയ്ക്കാനുള്ളത് ഒരു 10,000 രൂപയായിരുന്നു ടോട്ടൽ GST എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ നേരത്തെ ക്ലെയിം ചെയ്തിരിക്കുന്ന എന്നാൽ 180 ഡേയ്സിനുള്ളിൽ പേയ്മെന്റ് അടയ്ക്കാത്തത് കൊണ്ട് റിവേഴ്സ് ചെയ്യുന്ന ഒരു 2,000 രൂപയുടെ ITC എമൗണ്ടും കൂടെ ഉണ്ടെങ്കിൽ ടോട്ടൽ നമ്മൾ ഗവൺമെന്റിലേക്ക് ഡിസ്പോസ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ്? 10,000 പ്ലസ് 2,000 12,000 റുപ്പീസ് ആയിരിക്കും നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി ഇതിന്റെ കൂടെ നമ്മളൊരു രജിസ്റ്റേർഡ് പേഴ്സൺ എന്തും കൂടെ കൊടുക്കണം? ഇൻട്രസ്റ്റും കൂടെ കൊടുക്കണം. നോട്ട് എക്സീഡിങ് 18% ഫോർ ദ പീരീഡ് സ്റ്റാർട്ടിംഗ് ഫ്രം ദി ഡേറ്റ് ഓഫ് അവൈലിംഗ് ക്രെഡിറ്റ് ഓൺ സച്ച് സപ്ലൈസ് ടിൽ ദ ഡേറ്റ് വെൻ ദി എമൗണ്ട് ആഡഡ് ടു ദി ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. ഏത് മാസമാണോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തിരിക്കുന്നത് ആ മാസം തൊട്ടിട്ട് ഏത് മാസമാണോ റിവേഴ്സ് ചെയ്യുന്നത്
ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയുടെ കൂടെ ആഡ് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യുന്നത് അതുവരെയുള്ളതിന്റെ ഇൻട്രസ്റ്റ് റേറ്റും കൂടെ കൊടുക്കണം. അത് 18% എക്സീഡ് ചെയ്യാൻ പാടില്ല. ക്ലിയർ അല്ലേ? ഇനി അപ്പോർഷൻമെന്റ് ഓഫ് ക്രെഡിറ്റ് ആണ്. അപ്പോർഷൻമെന്റ് ഓഫ് ക്രെഡിറ്റ് അതായത് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എലിജിബിൾ ആവുന്നത് നമുക്ക് ടാക്സബിൾ സപ്ലൈസ് അല്ലെങ്കിൽ എക്സംപ്റ്റഡ് സപ്ലൈസിനാണ് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ആവുന്നത്. Where the goods or services or both are used, both taxable and exempted supplies, only proportionate credit is allowed to a registered person. അതായത് ITC അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ടാക്സബിൾ സപ്ലൈ അതുപോലെ സീറോ റേറ്റഡ് സപ്ലൈസിനൊക്കെ നമുക്ക് ITC അവൈലബിൾ ആണ്. പക്ഷെ നോൺ ടാക്സബിൾ സപ്ലൈ അല്ലെങ്കിൽ എക്സംപ്റ്റഡ് സപ്ലൈ, നിൽ റേറ്റഡ് സപ്ലൈ ഇതിനൊന്നും എന്ത് അവൈലബിൾ അല്ല, ITC അവൈലബിൾ അല്ല. സോ അങ്ങനെ ഈ രണ്ട് ഐറ്റവും കൂടെ നമ്മളുടെ ഇൻവോയ്സിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ആയിരിക്കും, പ്രൊപ്പോർഷനേറ്റ് ക്രെഡിറ്റ് ആയിരിക്കും രജിസ്റ്റേർഡ് പേഴ്സണ് കിട്ടുന്നത്. നമുക്കതിനൊരു ഉദാഹരണം നോക്കാം. Mr. Akhil, registered person, provides the following information for the month of March 2023. March 2023 നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതിൽ ഇൻവേർഡ് സപ്ലൈയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എത്രയാണ്? 2 lakh rupees ആണ്. അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ITC 2 lakh ആണ്. ദെൻ ടാക്സബിൾ സപ്ലൈ എക്സ്ക്ലൂഡിംഗ് സീറോ റേറ്റഡ് സപ്ലൈ. സീറോ റേറ്റഡ് സപ്ലൈ എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്? ITC അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ഈ സീറോ റേറ്റഡ് സപ്ലൈക്ക് നമുക്ക് എന്തെടുക്കാൻ പറ്റും? ITC എടുക്കാൻ സാധിക്കും. സോ 10 lakh rupeesന് എടുക്കാം. Then export, that is zero rated supply. Export, 10 lakh വരുന്നത് ടാക്സബിൾ സപ്ലൈ ആണ്. എക്സ്ക്ലൂഡിംഗ് സീറോ റേറ്റ് സപ്ലൈ എന്ന് പറയുമ്പോൾ ടാക്സബിൾ സപ്ലൈ ആണ് നമ്മുടെ 10 lakh. എക്സ്പോർട്ട് എന്ന് പറയുന്നത് സീറോ റേറ്റ് സപ്ലൈ സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അത് 5 lakh rupees ആണ്. പിന്നെ എക്സം സപ്ലൈസ് ഉണ്ട്. എക്സം സപ്ലൈസ് ITC നോട്ട് അവൈലബിൾ ആണ്. പിന്നെ ഇൻവേർട്ട് സപ്ലൈസ് ഓൺ വിച്ച് ഹി ഈസ് ലയബിൾ ടു പേ ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്. റിവേഴ്സ് ചാർജ് ബേസിസിന് നമുക്ക് പിന്നെയും എന്ത് കിട്ടത്തില്ല? ഇൻപുട്ട് കിട്ടില്ല. സോ അത് നോട്ട് അലൗഡ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ITC അവൈലബിളിന്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നത് പ്രൊപ്പോർഷണൽ ബേസിസിലാവും. കാരണം നമുക്ക് ഇവിടെ എക്സംപ്റ്റഡ് സപ്ലൈസും കാര്യങ്ങളും ഡീറ്റെയിൽസ് തന്നിട്ടുള്ളതുണ്ട്. സോ നമുക്ക് ടാക്സബിൾ സപ്ലൈയുടെ ടോട്ടൽ എത്രയാണ്? 10 ലക്ഷം രൂപയാണ് ടോട്ടൽ ടാക്സബിൾ സപ്ലൈ. സീറോ റേറ്റഡ് സപ്ലൈ എത്രയുണ്ട്? നമ്മുടെ എക്സ്പോർട്ട് ആയിട്ട് നമുക്കൊരു 5 lakh ഉണ്ട്. സോ എക്സംപ്റ്റഡ് സപ്ലൈസ് 3 lakhും അതുപോലെ റിവേഴ്സ് ചാർജിലേക്ക് നമുക്ക് കൊടുക്കാനുള്ള 2 lakh വെച്ചിട്ട് ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 20 ലക്ഷം രൂപയുടെ സപ്ലൈ ഉണ്ട്. ഇനി നമുക്ക് ശരിക്കും ഇൻപുട്ട് എടുക്കാൻ പറ്റുന്ന സപ്ലൈസ് എത്രമാത്രമാണ്? ടാക്സബിൾ സപ്ലൈയുടെ 10 ലക്ഷത്തിന് എടുക്കാൻ പറ്റും. സീറോ റേറ്റഡ് സപ്ലൈ ആയിട്ടുള്ള 5 lakh, മൊത്തം 15 ലക്ഷത്തിന് എടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഇൻപുട്ട് ടാക്സ് അവൈലബിൾ ആയിട്ടുള്ളത് എത്രയാണെന്ന് ക്വസ്റ്റിനിൽ പറയുന്നുണ്ട്. 2 ലക്ഷം രൂപയ്ക്കാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ബേസിസ് എന്ന് പറഞ്ഞാൽ 2 lakh into 15 lakh. 15 lakh ആണ് നമ്മുടെ ടോട്ടൽ സപ്ലൈ ഡിവൈഡഡ് ബൈ 15 lakh ആണ് നമ്മളുടെ ടോട്ടൽ നമുക്ക് ടാക്സബിൾ സപ്ലൈ വരുന്നത്. 15 lakh ഡിവൈഡ് ബൈ ടോട്ടൽ സപ്ലൈ. ടോട്ടൽ സപ്ലൈ എത്രയാണ്? 20 lakh. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 lakh rupeesന് എന്ത് കിട്ടില്ല? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ സാധിക്കില്ല. ബാക്കി എത്രയൊക്കെ പറ്റുള്ളൂ? 1,50,000 മാത്രമാണ് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ സാധിക്കുള്ളൂ. വൈ? ബിക്കോസ് എക്സംപ്റ്റഡ് സപ്ലൈസും ഉണ്ട്, ഇൻവേർട്ട് സപ്ലൈസ് ലൈബിൾ ടു റിവേഴ്സ് ചാർജ് ബേസിസ്. ഇതിന് രണ്ടും നമുക്ക് എന്തെടുക്കാൻ പറ്റില്ല? ITC എടുക്കുവാനായിട്ട് സാധിക്കില്ല. അതിന്റെ കുറച്ച് ഡീറ്റെയിലിംഗ് ആണ് നമ്മളുടെ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഈ താഴെ പറയുന്ന ഗുഡ്സിനും സർവീസസിനും ഒന്നും നമുക്ക് എന്ത് എടുക്കാൻ സാധിക്കില്ല? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുവാനായിട്ട് സാധിക്കില്ല. ഫസ്റ്റ് വരുന്നതാണ് മോട്ടോർ വെഹിക്കിൾ ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഴ്സൺസ്. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ഒരു ഫേം, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി ഒരു കാർ മേടിച്ചു. ആ കാറിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി ഫോർ എക്സാമ്പിൾ 7 ഉള്ളൂ. 7 പേരെ മാക്സിമം അതിൽ കയറാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് കിട്ടില്ല? അത് ബിസിനസിന്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ആളുകളെ കൊണ്ടുപോകുന്നതും വരുന്നതും എങ്കിൽ പോലും നമുക്ക് എന്ത് കിട്ടില്ല? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. വൈ? ബിക്കോസ് സീറ്റിംഗ് കപ്പാസിറ്റി 13% മേലെ ആയാൽ മാത്രമാണ് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുള്ളൂ. 13% താഴെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി അതിന്റെ ഒരു എക്സംഷൻ വരുന്നത് ഫർദർ സപ്ലൈ ഓഫ് സച്ച് മോട്ടോർ വെഹിക്കിൾ. ഇപ്പം ആ ബിസിനസ് മോട്ടോർ വെഹിക്കിള് ഇപ്പം കാറ് സെയിൽ ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ, കാറാണ് അവരുടെ മെയിൻ പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് പറ്റും. പക്ഷെ അതല്ലാതെ മേടിക്കുന്ന, ഇപ്പം ഫോർ എക്സാമ്പിൾ ബിസിനസ് റൺ ചെയ്യുന്നത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടുത്തെ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാർ മേടിച്ചു എങ്കിൽ അതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി 13 താഴെയാണെങ്കിൽ നമുക്ക് അതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ട്രാൻസ്പോർട്ട് ഓഫ് പാസഞ്ചർ
imparting training on ഡ്രൈവിംഗ് ഓർ സച്ച് മോട്ടോർ വെഹിക്കിൾ. ഇത് മൂന്നും എക്സംപ്റ്റഡ് കേസസ് ആണ്. ഈ 3 കേസസിലാണെങ്കിൽ നമുക്ക് ITC കിട്ടും. അല്ലാത്ത പക്ഷം 13% താഴെയാണ് സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നതെങ്കിൽ ആ മോട്ടോർ വെഹിക്കിളിന് എന്ത് കിട്ടില്ല? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഴ്സൺസ്. ഓക്കെ. ഇനി ദ ഫോളോയിങ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്, അതായത് ഫുഡ്, ബിവറേജസ്, ഔട്ട്ഡോർ കാറ്ററിംഗ്, ബ്യൂട്ടി ട്രീറ്റ്മെന്റ്, ഹെൽത്ത്, കോസ്മെറ്റിക്, പ്ലാസ്റ്റിക് സർജറി, ലീസിംഗ്, റെന്റിങ്, ഹയറിംഗ് ഓഫ് മോട്ടോർ വെഹിക്കിൾ, അതേതെങ്കിലും സ്പെസിഫൈഡ് പർപ്പസിനാണെങ്കിൽ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാം. അല്ലാത്ത പക്ഷം ഈ പറയുന്നതിനൊന്നും നമുക്ക് ITC ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നിനും നമുക്ക് കിട്ടില്ല. പിന്നെ മെമ്പർഷിപ്പ് ഓഫ് എ ക്ലബ്ബ്, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് സെന്റർ, ഇതിനൊന്നും ITC ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. ട്രാവൽ ബെനിഫിറ്റ് എക്സ്റ്റെൻഡഡ് ടു എംപ്ലോയീസ് ഓൺ വെക്കേഷൻ സച്ച് ആസ് ലീവ് ഓർ ഹോം ട്രാവൽ കൺസെഷൻ, ഇതിനും നമുക്ക് എന്ത് കിട്ടില്ല? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ വർക്ക് കോൺട്രാക്ട് സർവീസ് വെൻ സപ്ലൈഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ആൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ പ്ലാന്റ് ആൻഡ് മെഷീനറി എക്സെപ്റ്റ് വേർ ഇറ്റ് ഈസ് ആൻ ഇൻപുട്ട് സർവീസ് ഫോർ ഫർദർ സപ്ലൈ ഓഫ് വർക്ക് കോൺട്രാക്ട് സർവീസ്. നമ്മൾ വർക്ക് കോൺട്രാക്ട് സർവീസ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും കോൺട്രാക്ട് ബേസിസിൽ റിനോവേഷനോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷനോ അഡീഷൻസോ ഓൾട്രേഷൻസോ റിപ്പയർസോ അങ്ങനെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ടാണ് ആ ഒരു വർക്ക് കോൺട്രാക്ട് സർവീസ് ഏറ്റെടുത്തെങ്കിൽ അതൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല? ITC കിട്ടില്ല. പക്ഷെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കേസസിൽ നമുക്ക് എന്ത് കിട്ടും? ITC കിട്ടും. പിന്നെ വരുന്നത് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് റിസീവ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ആൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓൺ ഹിസ് ഓൺ അക്കൗണ്ട് ഇൻക്ലൂഡിംഗ് വെൻ സച്ച് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ആർ യൂസ്ഡ് ഇൻ ദി കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കൺസ്ട്രക്ഷൻ, അതും അതർ ദാൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. അത് ഫർദറൻസ് ഓഫ് ബിസിനസിന്റെ പർപ്പസിന് അല്ല, ആളുടെ ഓൺ അക്കൗണ്ടിലാണ് വരുന്നതെങ്കിൽ അതിന് നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു വർക്ക് കോൺട്രാക്ടർ, അദ്ദേഹത്തിന്റെ മെയിൻ പർപ്പസ് കോൺട്രാക്ടിങ് ആണെങ്കിൽ അദ്ദേഹം കോൺട്രാക്ട് പർപ്പസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഗുഡ്സോ കാര്യങ്ങളോ ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന് അതിനെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. Then goods or services or both on which tax has been paid under section 10, that is composition ലെവിയിൽ പേയ്മെന്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമുക്ക് എന്ത് കിട്ടില്ല? ITC കിട്ടില്ല. പിന്നെ ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് റിസീവ്ഡ് ബൈ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ എക്സെപ്റ്റ് ഓൺ ഗുഡ്സ് ഇമ്പോർട്ടഡ് ബൈ ഹിം. അദ്ദേഹം ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സിന് കിട്ടും. പക്ഷെ അല്ലാത്ത പക്ഷം എന്തെങ്കിലും ഗുഡ്സോ സർവീസസോ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഫോർ പേഴ്സണൽ കൺസപ്ഷന്റെ ഒന്നിനും ITC നമുക്ക് കിട്ടില്ല. എല്ലാം ഫർദറൻസ് ഓഫ് ബിസിനസ്സിലാണെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഗുഡ്സ് ലോസ്റ്റ്, സ്റ്റോളന്, ഡിസ്ട്രോയിഡ്, റൈറ്റ് ഓഫ്, ഡിസ്പോസ് ബൈ വേ ഓഫ് ഗിഫ്റ്റ് ഓഫ് എക്സാമ്പിൾ, അതിനൊന്നും കിട്ടില്ല. ഇനി ടാക്സ് പെയ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 74, 129 ആൻഡ് 130, ഇതിലൊന്നും നമുക്ക് ITC ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി നമുക്ക് ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ് ഓൺ സെയിൽ, മെർജർ, അമാൽഗമേഷൻ, ലീസ് ഓർ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് ആണ്. നമ്മൾ നമ്മളുടെ ബിസിനസ് സെയിൽ ചെയ്തു അല്ലെങ്കിൽ മെർജറിലേക്ക് പോയി അമാൽഗമേഷനിലേക്ക് വന്നു. ആ സിറ്റുവേഷനിലൊക്കെ എങ്ങനെയാണ് ITC ക്ലെയിം ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ ഇങ്ങനെ സെയിലും മെർജറും അമാൽഗമേഷനും ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ബിസിനസ് എന്ത് ചെയ്യണം? ഒരു GSTയുടെ ITC 02 എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ട്. ആ ഫോമിൽ അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എത്രയാണോ ആ ക്രെഡിറ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതൊരു റിക്വസ്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിനെ പിന്നീട് എന്തെടുക്കാൻ സാധിക്കുള്ളൂ? ക്രെഡിറ്റ് എടുക്കുവാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ വരുന്നത് മാനർ ഓഫ് റിവേഴ്സൽ ഓഫ് ക്രെഡിറ്റ് അണ്ടർ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ്. നമ്മളുടെ ക്രെഡിറ്റ് ഇപ്പൊ നമ്മൾ ഓൾറെഡി
ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തു. പക്ഷെ നമ്മളതിന് എലിജിബിൾ അല്ല. ബിക്കോസ് നമ്മള് 180 ഡേയ്സിനുള്ളിൽ പേയ്മെന്റ് കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ അത് ഫർദറൻസ് ഓഫ് ബിസിനസിന് വേണ്ടിയിട്ടായിരുന്നില്ല നമ്മൾ ആ ഗുഡ്സ് പർച്ചേസ് ചെയ്തത്. നമ്മളുടെ പേഴ്സണൽ കൺസംപ്ഷന് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ അതൊന്നും അലൗഡ് അല്ല. സോ നമ്മളത് റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മളുടെ ടോട്ടൽ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി എത്രയാണോ ആ ലയബിലിറ്റിയുടെ കൂടെ ഈ റിവേഴ്സ് ചെയ്യുന്ന ITCയുടെ എമൗണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെയുള്ളത് ടേക്കിംഗ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഇൻപുട്ട് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് സെൻഡ് ഫോർ ജോബ് വർക്ക്. ജോബ് വർക്കിന് വേണ്ടിയിട്ട് പ്രിൻസിപ്പൽ എന്തെങ്കിലും ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ITCയുടെ എങ്ങനെയാണ് ആ കാര്യങ്ങൾ വരുന്നതെന്നാണ് നോക്കുന്നത്. സോ ജോബ് വർക്കിന് സെൻഡ് ചെയ്തിട്ട് 1 ഇയറിനുള്ളിൽ നമുക്ക് ആ ജോബ് വർക്കിന് കൊടുത്ത വസ്തു നമുക്ക് തിരിച്ചു കിട്ടുവാണെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പലിന്റെ കയ്യിൽ തന്നെയാണ് ഗുഡ്സ് ഇരിക്കുന്നത്. പക്ഷെ അല്ലാത്ത പക്ഷം അതൊരു ഡീംഡ് ട്രാൻസ്ഫർ ആയിട്ട് ഫൈൻഡ് ഔട്ട് നമ്മൾ ഡീംഡ് ട്രാൻസ്ഫർ ആയിട്ട് അസ്യൂം ചെയ്തിട്ട് അത് നമ്മൾ ആ പ്രിൻസിപ്പൽ ആ ഗുഡ്സ് ആ ജോബ് വർക്കറിന് ട്രാൻസ്ഫർ ചെയ്തതുപോലെ ആയിരിക്കും. പിന്നെ അതൊരു സപ്ലൈ ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ വെറുതെ ക്യാപിറ്റൽ ഗുഡ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ 3 ഇയർ ആണ് നമ്മുടെ ജോബ് വർക്കിന് കൊടുക്കുന്നത്. അതായത് ഞാനൊരു ക്യാപിറ്റൽ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തു വിത്തിൻ 3 ഇയറിൽ 3 ഇയറിനുള്ളിൽ ആ ഗുഡ്സ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ 3 ഇയറിനുള്ളിൽ റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഗുഡ്സ് പ്രിൻസിപ്പൽ ആർക്ക് ട്രാൻസ്ഫർ ചെയ്തതായിട്ട് കണക്കാക്കും? ജോബ് വർക്കറിന് ട്രാൻസ്ഫർ ചെയ്തതായിട്ട് നമ്മൾ കണക്കാക്കും. ഇത്രയാണ് ITCയുടെ ഒരു സമ്മറി. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. താങ്ക് യു.